തൃപ്പൂണിത്തുറ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ രാവിലെ അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ടൗൺ ഹാളിലും വീട്ടിലുമായി നിരവധി പേരാണ് ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. നിരവധി ആളുകളുണ്ട്, അനുസ്മരിക്കാൻ വേണ്ടി എത്തുന്നു. ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ രാവിലെ 8:30 അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് മുതൽ പിന്നീട് കണ്ട കാഴ്ചകൾ അണമുറിയാത്ത പ്രവാഹമായിരുന്നു. വീടുകളിലും പിന്നീട് എറണാകുളത്ത് ടൗൺ ഹാളിലും അടക്കം കണ്ടത്. അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ആളുകൾക്കൊക്കെ ശ്രീനിവാസൻ എന്ന പച്ചയായ മനുഷ്യനെ ഓർക്കാറുണ്ട്. സിനിമയുമായി ബന്ധപ്പെട്ടവർക്ക് അത്തരം ഓർമ്മകളുണ്ട്. അങ്ങനെ ശ്രീനിവാസൻ വിട പറയുകയാണ്. അല്പസമയത്തിനുള്ളിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വീട്ടുവളപ്പിൽ തന്നെയാണ് അദ്ദേഹത്തിന് സംസ്കാര ചടങ്ങുകൾ നടത്തുക. അതിനുള്ള ഒരുക്കങ്ങളാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഡാനി ഇപ്പോൾ ഉണ്ട് നമുക്കൊപ്പം. ഡാനി, 10 മണിയെന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ച സമയം. 10:30 ആകുമോ? എന്താണ് അതിൻ്റെ ക്രമീകരണങ്ങൾ? ഇനി ആരെങ്കിലും പ്രമുഖരാരെങ്കിലും വന്നു പോകാനുണ്ടോ? അതിൻ്റെ കാത്തിരിപ്പുണ്ടോ അവിടെ? സജ്ജിത്ത് ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുന്നു, കർമ്മങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പൂർത്തീകരിച്ച ശേഷം, അതായത് വീടിനകത്താണ് ഇപ്പോൾ ചടങ്ങുകൾ നടക്കുന്നത്. ഇതിനുശേഷം പുറത്തേക്ക് ഇവിടെ ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി ചെയ്യും എന്നതാണ് അറിയുന്നത്. ചില കർമ്മങ്ങൾ ചിതയിൽ വെച്ച് ചെയ്യാനുണ്ട്. ഇപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു സാഹചര്യങ്ങൾ എല്ലാവരെയും തന്നെ പലരെയും തന്നെ ഇവിടെ നിന്ന് മാറ്റുന്നു. ഇതിന് സമീപത്തും, കാരണം ഈ പരിസരത്ത് മുഴുവനായും തന്നെയും ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ചുറ്റുപാടും ഈ അവിടെ ചുറ്റുമതിലെല്ലാം ആളുകൾ കയറി നിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഇവിടെയുണ്ട്. അതിനു മുൻപായിട്ട് ഇപ്പോൾ ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. അവിടെ നിന്നും കൂടുതൽ ആവശ്യമില്ലാത്തവരും കാഴ്ചക്കാർ എന്ന രീതിയിലേക്ക് ഈ ചിതയ്ക്ക് സമീപത്തേക്ക്, അതിനടുത്തേക്ക് ആരും തന്നെ തുടരേണ്ടതില്ല എന്ന നിർദ്ദേശം. കാരണം അത്ര കണ്ട ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട് സജ്ജിത്ത്. അപ്പോൾ ആ രീതിയിലേക്ക് ആളുകളെ ക്രമീകരിക്കുന്നുണ്ട്. എന്തായാലും വലിയ തിരക്ക് ഈ സമയവും അനുഭവപ്പെടുന്നു എന്നതാണ്. കാരണം ഈ ചടങ്ങുകൾ സമയബന്ധിതമായി നടത്തുന്നതിന് വലിയ പണിപ്പെടേണ്ടി വന്നു എന്നതാണ്. കാരണം ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ അതിനൊരു സമയക്രമം ഏർപ്പെടുത്തിയേ മതിയാകൂ. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരാണിപ്പോൾ കാര്യങ്ങൾ കൂടുതലും നിയന്ത്രിക്കുന്നത്. ഏതായാലും വൈകാതെ തന്നെ ചടങ്ങുകളിലേക്ക്, അവസാന ചടങ്ങുകളിലേക്ക് കടക്കും. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടേക്ക് ഈ ചിതയിലേക്ക് കൊണ്ടുവരും എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ട തിരക്കിൻ്റെ തുടർച്ചകൾ തന്നെ ഇന്നും രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് സിനിമാ ലോകത്തു നിന്ന് മാത്രമല്ല സമസ്ത മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് വന്നു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവരും തന്നെ ഇവിടേക്ക് കടന്നു വരികയായിരുന്നു. ശ്രീനിവാസനോടുള്ള ഒരു അടുപ്പം എത്രമാത്രം, ഹൃദയം കൊണ്ടുള്ള ഒരടുപ്പം എത്രമാത്രം ഉണ്ടായെന്ന് അത് തെളിയിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വലിയ വ്യക്തിത്വങ്ങൾ മാത്രമല്ല, ഇവിടെ വന്ന് ഇരുന്ന സാധാരണക്കാർ മുതലുണ്ട്, ഈ നാട്ടുമ്പുറത്തുകാർ വരെയുണ്ട്. അവരെല്ലാവരും ഇവിടെ അദ്ദേഹം സിനിമ അവസാന ഘട്ടത്തിലേക്ക് സജീവമല്ലാതിരുന്ന ഒരു സമയത്ത്, രോഗാവസ്ഥ മൂലം സജീവമല്ലാതിരുന്ന ഒരു സമയത്ത് നാട്ടിൻ ഈ പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം ഈ കൃഷിയും കാര്യങ്ങളുമായിട്ട് കൂടുതൽ സജീവമായെന്നതായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നാട്ടിൻ പുറത്തുള്ള ഈ പരിചയങ്ങൾ വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ പ്രദേശത്തുള്ളവരെ പലരെയും തന്നെ അദ്ദേഹത്തിന് നേരിട്ട് പരിചയമുള്ള, നേരിട്ട് അദ്ദേഹത്തിന് അടുപ്പമുള്ളവർ തന്നെയായിരുന്നു. പലരും പറയുന്നത് രാവിലെയെല്ലാം അദ്ദേഹം ഇവിടെ നടക്കാനിറങ്ങുമ്പോൾ ഈ സമീപത്തെ ചായക്കടയിലും മറ്റും ഇരുന്ന് വർത്തമാനം പറഞ്ഞ് പോകുന്ന അങ്ങനെയൊരു വലിയ സിനിമാക്കാരൻ, അത് ചുറ്റുപാടുമുള്ളവർക്ക് അത്തരമൊരു പ്രതീതി സൃഷ്ടിക്കാതെ, ചുറ്റുപാടുമുള്ളവരെ അങ്ങനെയൊരു ശ്വാസമുട്ട് കൊണ്ടുവരാതെ, ആ സിനിമ ലോകത്തിൻ്റെ അങ്ങനെയൊരു കെട്ടുമാറൊന്നുമില്ലാതെ തീർത്തും സാധാരണക്കാരനെ പോലെ ഇടപെട്ടിരുന്ന ഒരാൾ തന്നെയാണ് ശ്രീനിവാസൻ എന്നതാണ് ഓരോരുത്തരും ഓർത്തെടുക്കുകയും ചെയ്യുന്നത്.
എന്തായാലും അത്തരം ഓർമ്മകളുടെ ഒരു അടയാളപ്പെടുത്തൽ തന്നെയാണ് നമ്മൾ ഇന്നലെ ഈ വാർത്ത ശ്രീനിവാസൻ്റെ മരണവാർത്ത പുറത്തുവിട്ടത് മുതൽ നമുക്കറിയാൻ കഴിയുന്നത്. എല്ലായിടങ്ങളിലേക്കും ആളുകളെത്തി. ആദ്യം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്കായിരുന്നു ആളുകളുടെ ഒരു വരവുണ്ടായിരുന്നത്. പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിക്കുമ്പോഴുമെല്ലാം പിന്തുടർന്നത് വലിയ പുരുഷാരമാണ്. പേരറിയാത്ത ഒട്ടനവധി ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഓർത്തെടുക്കുമ്പോൾ പലരും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ പ്രാധാന്യം, ഇതെല്ലാം തന്നെയായിരുന്നു പറഞ്ഞു പോകുന്നത്. ഇവിടെ വന്ന് സംസാരിച്ചു പോയ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ പലരുമുണ്ട്. അവരെല്ലാം തന്നെ നമ്മോട് സ്വകാര്യ സംഭാഷണത്തിലെല്ലാം തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയും ശീലമൊക്കെ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ശ്രീനിവാസൻ്റെ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരുന്നു. ഇവിടേക്ക് ചടങ്ങുകൾ നടത്തുന്നതിനേക്ക് ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. ബന്ധുക്കൾ, മക്കൾ അടക്കം എല്ലാവരും അതിനെ അനുധാവനം ചെയ്യുന്നുണ്ട്. ചടങ്ങുകൾക്ക് വേണ്ടി പുറത്തേക്ക് കൊണ്ടുവരുന്നു. ധ്യാൻ ശ്രീനിവാസനെയും വിനീത് ശ്രീനിവാസനെയും എല്ലാം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനാകും. കുടുംബാംഗങ്ങൾ, ഒപ്പം തന്നെ അടുത്ത ബന്ധുക്കൾ എല്ലാവരുമുണ്ട്. അതിൻ്റെ ഒരു കർമ്മങ്ങളുടെ തുടക്കത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത്. ശ്രീനിവാസൻ്റെ മൃതദേഹം വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഒരു ചിതയൊരുക്കിയിരിക്കുന്ന ആ ഇടത്തേക്കാണ് മൃതദേഹം കൊണ്ടുവരിക. വീട്ടുവളപ്പിൽ തന്നെയാണ്. ശ്രീനിവാസൻ എന്ന കലാകാരൻ താൻ ജനിച്ചു വളർന്ന അതേ പശ്ചാത്തലമുള്ള ഒരു ഗ്രാമപ്രദേശത്താണ് തൻ്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹം താമസിച്ചിരുന്നത്. ജൈവ കൃഷിയും പരിസ്ഥിതിയും പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതവും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ശ്രീനിവാസൻ മടക്കയാത്രയും മണ്ണിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങുകയാണ്. വീടിന് സമീപത്ത് തന്നെ ഒരുക്കിയിരിക്കുന്ന കണ്ടനാട്ടെ, എറണാകുളം നഗരമേഖലയിൽ നിന്ന് വിട്ട് തൃപ്പൂണിത്തുറയ്ക്ക് സമീപമുള്ള കണ്ടനാട്ടെ ഗ്രാമീണ മേഖലയിൽ ഉണ്ടായിരുന്ന ആ വീടിൻ്റെ പരിസരത്തിലേക്ക് ശ്രീനിവാസൻ അത്തരമൊരു ഇടം തൻ്റെ ഇനിയുള്ള ജീവിതത്തിന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒരു കണക്കിൽ പറഞ്ഞാൽ ഒരു വിശ്രമ ജീവിതം എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ഇടവേളകളിൽ അദ്ദേഹം പരിസ്ഥിതിക്ക് വേണ്ടിയും കൃഷിക്ക് വേണ്ടിയും അദ്ദേഹം സംസാരിച്ചു. പുതിയ ഇനം വിത്തനങ്ങൾ എന്ന് മാത്രമല്ല, ആ ഒരു പ്രദേശത്തെ നാട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് കൃഷിയുടെ പുതിയ സാധ്യതകൾ തേടുക, ജൈവ കൃഷിക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനവും അത്തരം ശബ്ദങ്ങളുമായി ശ്രീനിവാസൻ നിറഞ്ഞു നിന്നു എന്നതാണ് നമ്മൾ കണ്ടത്. ഇന്ന് രാവിലെയും കണ്ടനാട്ടെ ആ വീട്ടിലേക്ക് അണമുറയാത്ത ആളുകളാണ് എത്തുന്നത്. ആ നാട്ടുകാർക്ക് ശ്രീനിവാസൻ ഒരു സിനിമാക്കാരൻ മാത്രമായിരുന്നില്ല. നാടിൻ്റെ ഇടവഴികളിൽ, കടകളിൽ, പ്രഭാത നടത്തത്തിനിടയിൽ ശ്രീനിവാസൻ ചിലവഴിക്കുന്ന ഇടങ്ങൾ അവിടെ